എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവ് വളരെ പ്രസക്തിയുള്ള ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തിയുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്രൈസ്തവ സഭകളിൽ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു സഭയാണ് ആംഗ്ലിക്കൻ സഭ. ആംഗ്ലിക്കൻ സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇംഗ്ലണ്ടിലെ യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ നമ്മൾ ബ്രിട്ടനിലെ ഔദ്യോഗിക സഭയാണ്. ബ്രിട്ടീഷ് ചർച്ചാണ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയും. ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക സഭയാണ്, രാജകീയ സഭയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കോളനികൾ സ്ഥാപിച്ച സമയത്തെല്ലാം ഈ ആംഗ്ലിക്കൻ സഭയുടെ പ്രസൻസ് അല്ലെങ്കിൽ പള്ളികൾ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ആംഗ്ലിക്കൻ സഭയുടെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഒരു പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന രീതിയിലാണ് ആംഗ്ലിക്കൻ സഭയെ നോക്കിക്കാണുന്നത്. ഇംഗ്ലണ്ടിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ രാജാവ് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ത്രോൺ, സിംഹാസനമാണ് അവിടെ അവരോധിക്കപ്പെടുന്ന ആർച്ച് ബിഷപ്പിന് ലഭിക്കുന്നത്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് വളരെ അടുത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നേരത്തെ ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ഉണ്ടായി. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ആ സഭയ്ക്കകത്ത് ഉണ്ടായ ചില പ്രതിസന്ധികളുമായൊക്കെ ബന്ധപ്പെട്ട് ആണ് കഴിഞ്ഞ വർഷം ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി രാജിവെച്ച് ഒഴിഞ്ഞത്. എന്താണ് ആ വിഷയങ്ങൾ എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. വളരെ വേദനിപ്പിക്കുന്ന ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നോൺ ബിബ്ലിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ബൈബിൾ വിരുദ്ധമായ പല കാര്യങ്ങളും ഒക്കെ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ആർച്ച് ബിഷപ്പ് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ ആർച്ച് ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് അദ്ദേഹം ഒരു കൺസർവേറ്റീവ് മൈൻഡ് അല്ലെ കൺസർവേറ്റീവ് തിയോളജി ഫോളോ ചെയ്യുന്ന ഒരു ആർച്ച് ബിഷപ്പായിരുന്നു. നമുക്കറിയാം ഇതൊരു രാജകീയ സഭയാണ്. അപ്പോൾ ആ ആർച്ച് ബിഷപ്പ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആംഗ്ലിക്കൻ സഭയുമായി കമ്മ്യൂണിയനിലുള്ള CSI, CNI, പിന്നെ മാർത്തോമ, ഈ 3 സഭാവിഭാഗങ്ങളാണ് ഗ്ലോബൽ ആംഗ്ലിക്കൻ കമ്മ്യൂണിയനിൽ പെടുന്ന ഇന്ത്യൻ സഭകൾ. ഇന്ത്യയിൽ ഈ ആംഗ്ലിക്കൻ സഭ ഉണ്ടായിരുന്നു ചർച്ച് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചിരുന്ന സമയത്ത്. എൻ്റെ ഡേറ്റ് ഒന്നും അറിയത്തില്ല, ഡേറ്റൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടും. ചർച്ച് ഓഫ് ഇന്ത്യ അതായിരുന്നു പേര്. അത് ആംഗ്ലിക്കൻ സഭ തന്നെയാണ്. നമ്മൾ ഈ ആംഗ്ലിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ
ഓരോ രാജ്യങ്ങളിൽ അതിന് ഓരോ പേരുകളാണ്. USA ചെന്നാൽ അവിടുത്തെ ആംഗ്ലിക്കൻ സഭ അറിയപ്പെടുന്നത് ദ എപ്പിസ്കോപ്പൽ ചർച്ച് എന്ന രീതിയിലാണ് അമേരിക്കയിലെ ആംഗ്ലിക്കൻ സഭ. അപ്പോൾ ഈ അമേരിക്കയിലെ ദ എപ്പിസ്കോപ്പൽ ചർച്ച് എന്ന് പറയുന്ന ആ സഭാ സമൂഹം ഈ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കീഴിലാണ്. ഇപ്പോൾ ലോകത്തിലെമ്പാടും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ സഭകൾ ആംഗ്ലിക്കൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കയിലും ഒക്കെ ഉണ്ട് ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് കെനിയ, അല്ലെങ്കിൽ ആഫ്രിക്ക, അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് അങ്ങനെ പാകിസ്ഥാനിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കത്തോലിക്ക സഭയിൽ നിന്നും, കാത്തലിക് ചർച്ചിൽ നിന്നും മാറിപ്പോയി രൂപമെടുത്ത ഒരു സഭയാണ് ഇംഗ്ലണ്ടിൽ. രാജാവിനെ, ഇംഗ്ലണ്ടിലെ കിരീടാവകാശികളെ വാഴിക്കുന്നത് ഈ ആർച്ച് ബിഷപ്പാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ തന്നെയാണ് ആർച്ച് ബിഷപ്പ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൻ്റെ സഭയാണ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൻ്റെ ചർച്ചാണ്, രാജ്യത്തിൻ്റെ സഭയാണ്, ഔദ്യോഗിക സഭയാണ്, രാജകീയ സഭയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സഭയിലുള്ള ആർച്ച് ബിഷപ്പ്, അതുപോലെ ബിഷപ്സ്, അതിലെ പുരോഹിതന്മാർ എല്ലാം തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ തന്നെയാണ്. അവർ ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജോലിക്കാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആംഗ്ലിക്കൻ ബിഷപ്പുമാരും പ്രീസ്റ്റും ഒക്കെയാണ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വിവിധ പദവികളിൽ ഇരുന്നു കൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണത്തെ വളരെ സ്വാധീനിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണോ മിനിയാന്നാണോ, ഞാൻ ഈ പുതുതായി അവരോധിക്കപ്പെട്ട, അല്ലെങ്കിൽ ആ ശുശ്രൂഷകൾ നടന്നിട്ടില്ല, സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടന്നിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു രാജകീയമായ സഭയാണ്. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ നേതൃത്വത്തിലൊക്കെയാണ് ഈ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗികമായ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുമ്പോൾ, യോഗങ്ങളല്ല, ഞാൻ അതിൻ്റെ പേരുകൾ മറന്നുപോയി, അല്ലെങ്കിൽ കോളേജ് ഓഫ് ബിഷപ്സ് എന്നൊക്കെ പറയും, അത് ഒരുപാടുണ്ട്. അതൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കോൺഫറൻസുകളിൽ, കൗൺസിലുകളിൽ രാജാവ് വന്നിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് രാജകീയ സഭയാണ്. ഇപ്പം ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ്, ഇപ്പം പ്രസ്ബിറ്റേറിയൻ സഭ എന്ന് പറയുന്ന ചർച്ച്, അത് സ്കോട്ട്ലൻഡിലെ ഔദ്യോഗിക സഭ. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് അവരോധിക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വനിതയാണ്. നമുക്കറിയാം ഈ വനിതാ പൗരോഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ വനിതാ പൗരോഹിത്യം CSI സഭ, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ നടത്തുന്നുണ്ട്, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ നടത്തുന്നുണ്ട്. ഡീക്കന്നസ് ആയിട്ടും അതുപോലെ തന്നെ പ്രസ്ബിറ്റർ അല്ലെങ്കിൽ പ്രീസ്റ്റ് ആ ഒരു പദവിയിലേക്ക് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ CNIയും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ കേരളത്തിൽ വളരെ അടുത്ത് തന്നെ, പ്രത്യേകിച്ച് മലബാറിലുള്ള ബാസൽ മിഷൻ്റെ കീഴിലുള്ള CSI ആ സഭാ സമൂഹം അവിടെ കോഴിക്കോട്ട് 2 വനിതാ പുരോഹിതരെ വാഴിച്ചു. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും ഒക്കെ പലയിടത്തും നടക്കും. അപ്പോൾ ലോകത്തിലെ ഈ വനിതാ പൗരോഹിത്യം ഉള്ള സഭകൾ എന്ന് പറയുമ്പോൾ എപ്പിസ്കോപ്പൽ സഭകൾ, എപ്പിസ്കോപ്പൽ അല്ലാത്ത സഭകളും ഉണ്ട്. ഉദാഹരണത്തിന് മെത്തഡിസ്റ്റ് ഒരു എപ്പിസ്കോപ്പൽ ചർച്ചൊന്നും അല്ല, അതുപോലെ പ്രസ്ബിറ്റേറിയൻ, ലൂതറൻ ചർച്ചിലും എനിക്ക് തോന്നുന്നത് വനിതാ പൗരോഹിത്യമുണ്ട്. പാസ്റ്ററൽ മിനിസ്ട്രിക്ക് വേണ്ടി അല്ലെ പാസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ വനിതാ പുരോഹിതരെ ആക്കാറുണ്ട്. കത്തോലിക്ക സഭ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓർത്തഡോക്സ് സഭകളും യാതൊരു തരത്തിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിനകത്ത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഓർത്തഡോക്സ് സഭകളുടെ കാര്യമാണ്. ഓർത്തഡോക്സ് സഭകൾ ഒരിക്കലും വനിതാ പൗരോഹിത്യത്തെ അവർ സപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ബിഷപ്പ് അങ്ങനെയുള്ള പദവികളിലേക്കൊന്നും അവർ സപ്പോർട്ട് ചെയ്യത്തില്ല. കാത്തലിക് ചർച്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇതുവരെ ആ ഒരു രീതിയിലുള്ള തിങ്കിങ് ഒന്നും ഇല്ല.
നാളുകളിൽ എന്തെങ്കിലും സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം അങ്ങനെയാണ്. എന്നാൽ ഓർത്തഡോക്സ് സഭകൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല, അത് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ തന്നെ ഓർത്തഡോക്സ് സഭകളിൽ എനിക്ക് തോന്നുന്നത് ഈ ശമ്മാശനികൾ ഉണ്ട്. നമ്മൾ ബൈബിളിൽ കാണാമല്ലോ, നമ്മൾ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ ഡീക്കന്നസ് ഉണ്ടായിരുന്നു, ഡീക്കന്നസ്. അപ്പോൾ ശമ്മാശനികൾ ഉണ്ട്, ഓർത്തഡോക്സ് സഭകളിൽ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പുതിയ ഈ ആർച്ച് ബിഷപ്പിനെ അവർ ആ സ്ഥാനത്തേക്ക് സ്ഥാനാരോഹണം ചെയ്യാനായിട്ട് പോകുന്നു. ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധ, മാധ്യമങ്ങളുടെ, ക്രൈസ്തവ സഭകളുടെ ആർച്ച് ബിഷപ്പ്, എനിക്ക് ആ പേരുച്ചരിക്കുമ്പോൾ അത് കറക്റ്റാണോ എന്നറിയത്തില്ല, ഡെയിം സാറ മുല്ലാലി എങ്ങനെ ആയിരിക്കും എനിക്കറിയത്തില്ല, ഞാനത് നോക്കിയില്ല അതെങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന്. പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും സാറ എന്ന് തന്നെ പറയാം. അപ്പോഴേ നമുക്കറിയാം ഈ ആംഗ്ലിക്കൻ സഭകളെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോഴേ ലോകത്തിൽ പല ടൈപ്പ് ഓഫ് ആംഗ്ലിക്കൻസ് ഉണ്ട്. ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ വരുന്ന ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ വരുന്ന ആംഗ്ലിക്കൻ സഭകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നമുക്ക് ആംഗ്ലിക്കൻ കമ്മ്യൂണിയനിൽ പെടുന്ന CSI, CNI, മാർത്തോമ 3 സഭകളാണ് ആംഗ്ലിക്കൻ കമ്മ്യൂണിയനിൽ പെടുന്നത്. കമ്മ്യൂണിയൻ എന്ന് പറയും. അത് കമ്മ്യൂണിയൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഡയറക്റ്റ് നേരിട്ടുള്ള അധികാരങ്ങളൊന്നുമല്ല, മറിച്ചൊരു സ്പിരിച്വൽ അതോറിറ്റി, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും എക്യുമെനിക്കലായിട്ടും ഷെയറിങ്, ഒരു സഹകരണം, ഒരു ഫെലോഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ CSI, CNI സഭകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ കൈവപ്പ് ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ബിഷപ്സാണ്, ആർച്ച് ബിഷപ്സാണ്. ആ ഒരു കൈവപ്പ് അപ്പോസ്തോലിക് സക്സഷനുമായി ബന്ധപ്പെട്ട് ഈ കൈവപ്പ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം. അപ്പം നിങ്ങൾ ഈ ആംഗ്ലിക്കൻ സഭകളെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഞാനിത് പറയുമ്പോൾ ഇപ്പം ഓരോരുത്തർക്കും ഓരോ വ്യൂസ് ഉണ്ടാകും. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവരുണ്ട്. ഇതിനെക്കുറിച്ച് ആംഗ്ലിക്കൻ എന്തുവാ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്തുവാ, ഒന്നും അറിയാത്ത ആൾക്കാരും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട്, ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ CSI, CNI എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ആ ഒരു പാരമ്പര്യമാണ്. പക്ഷേ ഒരുപാട് മാറ്റങ്ങളാണ് നമുക്കിവിടെ CSIയിലും CNIയിലും എല്ലാം കാണാൻ പറ്റും. നമുക്കറിയാം CSI എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ചേർച്ചസ് ആണ്. ഒരുപാട് സഭകളെല്ലാം കൂടെ കൂടിച്ചേർന്നതാണ് CSI, CNI എന്നെല്ലാം പറയുന്നത്. അതൊരു യൂണിയൻ ഓഫ് ചേർച്ചസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ തരത്തിലുള്ള സഭകളും ഉണ്ട്. പക്ഷെ കൈവപ്പ് ആംഗ്ലിക്കനാണ്. അപ്പോൾ തന്നെ മെത്തഡിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, അതുപോലെ ബാപ്റ്റിസ്റ്റ്, കോൺഗ്രിഗേഷണൽ സഭകൾ, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറയും. നമ്മൾ അതിലേക്ക് പോകണ്ട. പക്ഷെ കമ്മ്യൂണിയനിൽ പെടുന്ന സഭകളാണ് ഇതൊക്കെ. മാർത്തോമാ സഭ ഉൾപ്പെടെ ഈ ആംഗ്ലിക്കൻ കമ്മ്യൂണിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് മാരാമൺ കൺവെൻഷനിലൊക്കെ പണ്ട് മുതലേ ആംഗ്ലിക്കൻ പ്രീച്ചേഴ്സ്, ആംഗ്ലിക്കൻ ബിഷപ്സ് വരുന്നു, തിയോളജിയൻസ്, അതുപോലെ പ്രീസ്റ്റ് ആയിട്ടുള്ളവർ, ആംഗ്ലിക്കൻ ആയിട്ടുള്ളവർ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് പ്രസംഗിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിൻ്റെ അകത്തുള്ളതുകൊണ്ടാണ്. അതുപോലെ നമുക്കറിയാം വോക്കർ സാഹിബ്, അദ്ദേഹമൊക്കെ ഈ ആംഗ്ലിക്കൻ ട്രഡീഷനിലുള്ള ആളായിരുന്നു. മാർത്തോമാ സഭയിൽ ഉണർവിൻ്റെ നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ. പക്ഷേ കാലമൊക്കെ ഒരുപാട് കടന്നുപോയി. നമുക്കറിയാവുന്ന പോലെ ഈ പുതിയ ആർച്ച് ബിഷപ്പ് ഒരുപാട് വിവാദങ്ങളുടെ ഒരു കഥ അല്ലെങ്കിൽ ഒരു തുടർച്ച ആളുകൾ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നുണ്ട്. ഒരുപാട് വിവാദങ്ങളുണ്ട്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആംഗ്ലിക്കൻ സഭകൾ ലോകത്തിൽ ഒരുപാടുണ്ട്, വിവിധ വെറൈറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പ്യുവർ ഒറിജിനൽ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, അതിൻ്റെ കീഴിൽ വരുന്ന ആംഗ്ലിക്കൻ സഭകൾ. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പലതും നേരിട്ടുള്ള അധികാരങ്ങളൊന്നുമില്ല. ഈ ഇംഗ്ലണ്ടിൽ നിന്ന് നേരിട്ട് ഭരണമൊന്നും പലപ്പോഴും ഇല്ല. ഇപ്പോൾ CSI, CNI പോലുള്ള സഭകൾ ആംഗ്ലിക്കനൈസ്ഡ് ആണ്, ആ കമ്മ്യൂണിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതല്ലാതെ നേരിട്ട് യാതൊരു തരത്തിലുള്ള അധികാരങ്ങളോ കാര്യങ്ങളോ ഇല്ല.
ആ തരത്തിലാണ് അത് പോകുന്നത്. അപ്പം ഈ ഈ ആംഗ്ലിക്കൻ്റെ അകത്ത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ആംഗ്ലിക്കൻ. അതിൽ കൺസർവേറ്റീവ് ആംഗ്ലിക്കൻ ഉണ്ട്, ഇവാഞ്ചലിക്കൽ ആംഗ്ലിക്കൻസ് ഉണ്ട്. ഇവാഞ്ചലിക്കൽ ആംഗ്ലിക്കൻസ് എന്ന് അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ. അതിന് അടിസ്ഥാന പ്രമാണം എന്നൊക്കെ പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേദപുസ്തകത്തിൽ ബേസിക് ഡോക്ട്രിൻസ് ഉണ്ട്, ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് കേൾക്കുന്നവര് കൃത്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ വിമർശിച്ചാൽ അത് പ്രശ്നമാകും. കാരണം ചിലർക്ക് ഈ എപ്പിസ്കോപ്പൽ ഈ സഭകളെക്കുറിച്ചൊന്നും വലിയ അറിവ് കാണില്ല. അപ്പം അവർ എന്തെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് വിമർശിക്കാൻ നിൽക്കുക, അതിനെക്കുറിച്ച് സ്റ്റഡി ഒന്നും നടത്തിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്കിതിനെക്കുറിച്ച് വലിയ വാസ്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, എന്നാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യം. അപ്പോൾ ഈ ആംഗ്ലിക്കൻ സഭകളിൽ തന്നെ ഇവാഞ്ചലിക്കൽ ആംഗ്ലിക്കൻസ് ഉണ്ട്. അവർ ബൈബിൾ ഹോൾഡ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ബൈബിളിനെ ബേസിക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റായിട്ട് കണ്ടുകൊണ്ട് അതിന് വിരുദ്ധമായി ഇതിനെല്ലാം എതിർക്കുന്നവരാണ്. അങ്ങനെ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ആംഗ്ലിക്കൻ സഭകളിൽ നിന്ന് തന്നെ ഒരുപാട് പേര് മാറിപ്പോയി. അങ്ങനെ മാറിപ്പോയവരെല്ലാം കൂടെ ചേർന്ന് ഗ്യാഫ്കോൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ടാക്കി. ഗ്യാഫ്കോൺ, GAFCON. ഗ്യാഫ്കോൺ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആംഗ്ലിക്കൻ ഫ്യൂച്ചർ കോൺഫറൻസ് എന്ന് പറഞ്ഞ് 2008 തോന്നുന്നു ജെറുസലേമിൽ വെച്ച് ഈ ഒറിജിനൽ ആംഗ്ലിക്കനിൽ നിന്ന് മാറിപ്പോയ ബിഷപ്സും പ്രീസ്റ്റും ഡീക്കൻസും എല്ലാം കൂടെ ചേർന്നിട്ട്, തിയോളജിയൻസും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പുതിയ ആംഗ്ലിക്കൻ മൂവ്മെൻ്റ് ഉണ്ടാക്കി. അതൊരു മൂവ്മെൻ്റാണ്, പക്ഷേ അത് പിന്നീട് സഭകളായിട്ടുണ്ട്. അത് അമേരിക്കയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഗ്യാഫ്കോൺ എന്ന് പറയും. ഗ്യാഫ്കോൺ, ഗ്ലോബൽ ആംഗ്ലിക്കൻ ഫ്യൂച്ചർ കോൺഫറൻസ് എന്നാണ് പറയുന്നത്. 2008 തോന്നുന്നു ജെറുസലേമിൽ വെച്ചാണ് അതിൻ്റെ ഡിക്ലറേഷനൊക്കെ ഉണ്ടാകുന്നത്. അവർ ഇവാഞ്ചലിക്കൽസ് ആണ്. ഇവാഞ്ചലിക്കൽ അല്ലെങ്കിൽ നമുക്കറിയാം, ഇവാഞ്ചലിക്കൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ഇവാഞ്ചലിക്കൽ നമുക്ക് തിയോളജിക്കൽ സ്റ്റഡീസിലും സഭകളെക്കുറിച്ചുള്ള പഠനത്തിലും നമുക്കറിയാം, ഇവാഞ്ചലിക്കൽസ് എല്ലാ സഭകളിലും അങ്ങനെയുള്ള ആളുകൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുക. ഇവാഞ്ചലിക്കൽ സഭയുടെ കാര്യമല്ല. ഇനിയിപ്പോൾ അതും ഒരു പ്രശ്നമാണ്. നമ്മുടെ ഈ പേരുകൾ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത ആളുകളുണ്ട്. അവർ എല്ലാത്തിനെയും കയറി അങ്ങ് പിടിക്കും. ഇവാഞ്ചലിക്കൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബൈബിൾ മാത്രം, ബൈബിളിൻ്റെ ആധികാരികത, അതുപോലെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയുള്ള രക്ഷ, 66 പുസ്തകങ്ങളുള്ള വിശ്വാസം, സെക്കൻഡ് കമ്മിങ്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നമ്മൾ രക്ഷയ്ക്ക് അനിവാര്യമാണ്, ഇങ്ങനെയൊക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള, അതുപോലെ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം. ആ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടെന്നൊക്കെ ഈ ഇവാഞ്ചലിക്കൽസ് പറയുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ് ത്രിയേക ദൈവം എന്നൊന്നും അറിയത്തൊന്നുമില്ല. അവരോട് ചോദിച്ചാൽ അവർ പലതും പറയും. ദുരുപദേശങ്ങളൊക്കെയാണ് പലതും പറയുന്നത്, മോഡലിസം ഒക്കെയാണ് പലരും പറയുന്നത്. ഇവാഞ്ചലിക്കൽസ് തന്നെ അവർ എഴുതി വെക്കും, ഞങ്ങൾ ഈ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ അവർ പറയുന്ന പലപ്പോഴും മോഡലിസം ആയിരിക്കും. മോഡലിസം എന്ന് പറഞ്ഞാൽ യേശുനാമ ഉപദേശം എന്ന് പറയും, യേശുനാമ ഉപദേശം. അതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഈ ദുരുപദേശങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊരു ലൈവിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ദൈവത്തെ സംബന്ധിച്ച് ട്രിനിറ്റി, തൃത്വവിശ്വാസത്തിനെതിരായിട്ടുള്ള ദുരുപദേശങ്ങൾ ഒരുപാടുണ്ട്. അതൊരു ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അവർ ഒരുപാട് ലിബറലാണ്, തിയോളജിക്കലി ലിബറലാണ്. അവരുടെ ചില സ്റ്റാൻഡ് പോയിന്റുകൾ, തിയോളജിക്കൽ സ്റ്റാൻഡ് പോയിന്റ്. അപ്പോൾ അവരെ ഒരുപാട് പ്രൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള സഭകളും സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരും അതുപോലെ അച്ഛന്മാരും ബിഷപ്സും ഒക്കെ അവരെ, തിയോളജിയൻസൊക്കെ അവരെ പ്രൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗ്ലോബൽ ആംഗ്ലിക്കൻ്റെ അകത്തുനിന്ന് ഒരു വലിയ കൂട്ടം മാറിപ്പോയിട്ടാണ് ഗ്യാഫ്കോൺ ഉണ്ടാക്കിയത്. ഗ്യാഫ്കോൺ, ഗ്ലോബൽ ആംഗ്ലിക്കൻ ഫ്യൂച്ചർ കോൺഫറൻസ്. ആംഗ്ലിക്കൻ എന്ന ടേം പ്രശ്നമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ഈ ആംഗ്ലിക്കൻ എന്ന് പറയുമ്പോൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പെട്ടെന്ന് നമുക്ക് അങ്ങനെ വരും. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ആ പേരിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോഴേ ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ തിയോളജിക്കലി ലിബറൽ സ്റ്റാൻഡ് പോയിന്റ് ആണ്. വളരെ ലിബറൽ തിയോളജിയാണ് ഫോളോ ചെയ്യുന്നത്. അവർ ഈ സെയിം സെക്സ് മാരേജ്, അതുപോലെ അബോർഷൻ, ഈ രണ്ട് കാര്യങ്ങളെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. സെയിം സെക്സ് മാരേജ് ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പുരുഷനും സ്ത്രീയും അത് മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത്. അപ്പം ഈ അല്ലാത്ത പ്രശ്നങ്ങളുള്ളവർ എല്ലാ സഭകളിലും സമൂഹങ്ങളിലും മതങ്ങളിലും ഉണ്ടെന്നുള്ളത് മറക്കരുത്.
LGBTQ ഇഷ്യൂ ഒക്കെ നമുക്കറിയാം. LGBTQ മെഡിക്കലായ പ്രശ്നങ്ങളുള്ളവരുണ്ട്, തലച്ചോറിൽ ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങളുള്ളവർ, ഈ സെയിം സെക്സ്, ഹോമോസെക്ഷൽ, ലെസ്ബിയൻ, LGBTQ എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം നമുക്ക് ആ ഒരു ടേമാണ് ഉപയോഗിക്കുന്നത്, LGBTQ. എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, പി ബൈസെക്ഷൽ, T എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ, Q എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വിഭാഗത്തിലേക്ക് പോകും. അപ്പം ഈ സെയിം സെക്സ് മാരേജിനെ ഈ ആർച്ച് ബിഷപ്പ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ അബോർഷൻ, അതിനെ ഒരു വളരെ സില്ലിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് വേണ്ടവർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിടുകയാണ്. ഇപ്പം നമുക്കൊരു സഭയുടെ സ്ഥാനത്തേക്ക് വരുന്ന ആളുകളെ തീർച്ചയായിട്ടും അവരെ നമുക്ക് അഭിനന്ദിക്കാം, അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാം, അഭിനന്ദിക്കുക, പ്രശംസിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ പലപ്പോഴും അഭിനന്ദിക്കുന്നവരും പ്രശംസിക്കുന്നവരും ചിന്തിക്കേണ്ട കാര്യം ഓർത്തഡോക്സിയെ പലപ്പോഴും വിട്ടുകളയുക. ഇനി ആ വാക്ക് പറഞ്ഞാൽ അടുത്ത പ്രശ്നമാണ്. ഈ ഓർത്തഡോക്സി എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്തവരുണ്ട്. ഇംഗ്ലീഷ് ഒരു വാക്കാണ് ഓർത്തഡോക്സി, ഓർത്തഡോക്സോ എന്നാണ്. അത് ഈ ഓർത്തഡോക്സ് ഈ കോട്ടയത്തെയോ അല്ലെങ്കിൽ ഈ മുളന്തിരുത്തിയിലെയോ സഭയുടെ കാര്യമൊന്നുമല്ല ഞാനീ പറയുന്നത്. എന്നോടൊരാൾ അവർക്ക് ജീവിതത്തിൽ അറിയത്തില്ല, ആദ്യമായിട്ട് എന്നോട് ചോദിക്കും എന്തോ ഓർത്തഡോക്സ് സഭയെക്കുറിച്ചാണോ. ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഈ കിടന്ന് ബഹളം വെക്കാതെ നിങ്ങൾ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഓർത്തോഡോക്സോ, ആ വാക്കിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല, ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്തുകാർ. അവർക്ക് ഇതൊന്നും അറിയില്ല, പേരിൻ്റെ അർത്ഥവും കാര്യമൊന്നും അറിയത്തില്ല. അവർ കിടന്ന് ഉമ്മാടെ ബഹളം വെക്കുക. ഇംഗ്ലീഷ് വാക്കിൻ്റെ പോലും അർത്ഥം നോക്കുകയല്ല, ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യത്തില്ല. ഓർത്തഡോക്സ് വിശ്വാസത്തെ പരിപാലിക്കേണ്ട സഭകൾ പുരോഗമനത്തിൻ്റെ പേരിൽ നിങ്ങൾ സെയിം സെക്സ് മാരേജിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ആണും കല്യാണം കഴിക്കും, പെണ്ണും കല്യാണം കഴിക്കും. കുറേ അച്ഛന്മാര് ബിഷപ്പുമാരും ഒക്കെ ഇതിനകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു, പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയണം, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അതിനെയൊക്കെ പൊക്കി പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാത്തവരുണ്ട്. അങ്ങനെ എന്നെ കേൾക്കുന്ന സഭകളുടെ ഞാൻ ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സഭയും സുപ്പീരിയർ അല്ലെങ്കിൽ ഏതെങ്കിലും സഭയുടെ ഒരു സ്ഥാനവും ഏതെങ്കിലും ഒരു സഭയെ ഉയർത്താനായിട്ട് നിൽക്കുകയല്ല ഞാൻ ദ ട്രൂ ഓർത്തഡോക്സി, യഥാർത്ഥ സത്യവിശ്വാസത്തിന് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ഒരു സഭയുടെയും ഭാഗമായിട്ട് അവരെ ഉയർത്താൻ നിൽക്കുകയല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ട്രൂ ഓർത്തഡോക്സി, യഥാർത്ഥ സത്യവിശ്വാസത്തെ സംരക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥാനത്തേക്ക് എത്തുന്നവരെ അഭിനന്ദിക്കാം, പ്രശംസിക്കാം, അതിനൊരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ല നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത്, മറിച്ച് ആ സ്ഥാനമാണ്. തീർച്ചയായിട്ടും എല്ലാവരും അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ആണും വന്നാൽ കല്യാണം നടത്തി കൊടുക്കാൻ യാതൊരു, പച്ചയ്ക്ക് പറഞ്ഞാൽ ഉളുപ്പില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ പുരോഗമന ചിന്താഗതി, വ്യൂസ് ഓൺ അബോർഷനെ കുറിച്ചുള്ള ചില വ്യൂസും ഉണ്ട്. അത് അവർ ബിഷപ്പായിരുന്ന സമയത്ത് ഒരു പ്രീസ്റ്റ് ആ ഒരു സ്ഥാനത്തിരുന്നപ്പോഴും ഈ രണ്ട് കാര്യങ്ങളെയാണ്. ഇപ്പം സഭയെ സംബന്ധിച്ചിടത്തോളം LGBTQ അക്സെപ്റ്റ് ചെയ്യുന്നതിന് സഭയ്ക്ക് ആ ഒരു പ്രശ്നമില്ല. സഭ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഓപ്പൺ ടു ഓളാണ്. അവിടെ ശാരീരികം മാനസികവും അല്ലെങ്കിൽ ന്യൂറോൺസിനും ഒക്കെ ബുദ്ധിമുട്ടുള്ള പലതരത്തിലുള്ള ഏറ്റക്കുറിച്ചുള്ള ആൾക്കാർക്ക് സ്വാഗതമാണ്, ആർക്കും വരാം. പക്ഷെ സഭയുടെ ചില സാക്രമെൻറ്റുകൾ അതൊക്കെ അനുഷ്ഠിക്കണമെങ്കിൽ അത് സഭയിൽ നിന്ന് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചില ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സഭാപിതാക്കന്മാരുടെ ദി ഓർത്തഡോക്സ് ടീച്ചിങ്സ് ഉണ്ട്, ഓർത്തഡോക്സി ഉണ്ട്, അതുണ്ട്. ഇതെല്ലാ വിഭാഗത്തിലും ഉണ്ട് കേട്ടോ. ഈ LGBTQ എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലർ ചിന്തിക്കും ഞങ്ങളുടെ വിഭാഗത്തിലൊന്നുമില്ല.
ഇത് എല്ലാ സഭയിലും ലെസ്ബിയനായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് സ്ത്രീകളും പുരുഷന്മാരിലും എല്ലാം ഈ തരത്തിലുള്ള ലെസ്ബിയൻ, ഗേ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെയാണ് പറയാം. ലെസ്ബിയൻ എന്ന് പറയുന്നത് സ്ത്രീ, പിന്നെ ഗേ എന്ന് പറയുമ്പോൾ ആണുമാണ്, പിന്നെ ബൈസെക്ഷലും ഉണ്ട്, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഇതെല്ലായിടത്തും ഉണ്ട്. ഇപ്പം ട്രാൻസ്ജെൻഡർ പാസ്റ്റർ തന്നെയുണ്ട്. നമുക്കറിയാം, ഈ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ തമിഴ്നാട് ആസ്ഥാനമാക്കി ഇന്ന് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന ബിഷപ്പ് എസ്രാ സർഗുണം അദ്ദേഹം സ്ഥാപിച്ച ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ECI, അവരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ പാസ്റ്ററിനെ ഓർഡൈൻ ചെയ്തത്. ആ ട്രാൻസ്ജെൻഡർ പാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് സഭകളുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്. അവർ കോട്ടയത്തെ CSIയുടെ ഒരു സ്ത്രീജനങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും കുഴപ്പമില്ല, കാരണം അവർ ട്രാൻസ്ജെൻഡർ ആണ് ഓൾറെഡി. അവർ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ്. അവർ ഒരുപാട് സഭകൾ തമിഴ്നാട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ പുതിയ ആർച്ച് ബിഷപ്പ് സാറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യൂസ് അത് അവിടുത്തെ രാഷ്ട്രീയത്തെ ബാധിക്കും, അവിടുത്തെ ഗവൺമെൻറ്റിനെ ബാധിക്കും. ഈ പറയുന്ന വ്യൂസ് അല്ല. ഞാൻ പറഞ്ഞു, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഒരു രാജകീയ സഭയാണ്, ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക സഭയാണ്. രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമാണ് ആർച്ച് ബിഷപ്പിൻ്റെ ത്രോണിനുള്ളത്. ഒരു രാജാവിനെ പോലെ തന്നെയാണ്, സെയിം രാജാവിനെ പോലെ തന്നെയാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സഭയുടെ ആർച്ച് ബിഷപ്പുമാരും എല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രീസ്റ്റ് പുരോഹിതന്മാരും എല്ലാം അങ്ങനെയാണ്. അവരുടെ ഒരു ജീവിതം അങ്ങനെയാണ്. ഈ സെയിം സെക്സ് മാരേജിനെ ഈ പുരോഗമനം പറയുന്നവരൊക്കെ ചുമ്മാതെ ഈ ഇതിനകത്ത് വന്ന് പറയുന്നതേ ഉള്ളൂ. അവരാരും ഇതൊന്നും ഉള്ളം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നവരൊന്നും 98%. പിന്നെ ഈ മാധ്യമ ശ്രദ്ധ നേടാനും ഫേസ്ബുക്കിൽ കുറച്ച് ആളാകാനും സഭകളുടെ ഇടയിൽ ഞാൻ എന്തോ ഭയങ്കര ബുദ്ധിമാനാണ്, പുരോഗമനക്കാരനാണ്, പുരോഗമനവാദിയാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ഈ ലിബറൽ തിങ്കിങ് നല്ലതാണ്. ലിബറൽ തിങ്കിങ് എപ്പോഴും നല്ലതാണ്. ലിബറൽ തിങ്കിങ് നല്ലതാണ്, സ്വതന്ത്രമായ ചിന്തയൊക്കെ നല്ലതാണ്. പക്ഷെ ലിബറൽ തിയോളജി എന്നൊക്കെ പറയുമ്പോൾ അത് സഭയുടെ സത്യവിശ്വാസം, സഭയുടെ കോർ ഡോക്ട്രിനും എതിരെ പോകുന്നതാണ്. സഭയുടെ സത്യവിശ്വാസത്തിനെതിരെ. അതാണ് ലിബറൽ തിയോളജി എന്ന് പറയുന്നത്. സഭയുടെ കോറായിട്ടുള്ള ചില ഡോക്ട്രിൻസ് ഉണ്ട്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം, മനുഷ്യനെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ, മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധം, എക്ലീഷ്യോളജി, സഭാശാസ്ത്രം, സഭയെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്റ്റോളജിക്കൽ ഡോക്ട്രിൻസ്, ക്രിസ്തുശാസ്ത്രപരം, അല്ലെങ്കിൽ ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻസ്, അല്ലെങ്കിൽ അതുപോലെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പിനെ കുറിച്ചുള്ള ഉപദേശം, അതുപോലെ ശുശ്രൂഷ വൃന്ദങ്ങളെക്കുറിച്ച്, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഗവേണൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആണ് അടിസ്ഥാനപരമായിട്ട് സഭയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ദൈവത്തിൻ്റെ മുൻപിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല. ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാവരും സെയിമാണ്. ദൈവത്തെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനിടയ്ക്കിടയ്ക്ക് അതും പറയണമല്ലോ. ദൈവം തങ്ങളുടെ പോക്കറ്റിലാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അവരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. ദൈവം പോക്കറ്റിലാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ. കാരണം ദൈവത്തെക്കുറിച്ച് ഒരു ചെറിയ കാഴ്ചപ്പാട് യേശുവിലൂടെ നമുക്ക് ലഭിച്ചു. പിതാവായ ദൈവം ആരാണ്, എന്നാൽ അത് പൂർണ്ണ തോതിൽ നമുക്കൊന്നും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സെയിം സെക്സ് മാരേജ്, ഹോമോസെക്ഷുവൽ മാരേജ്, അതിനെ എങ്ങനെ കാണുന്നു, അതുപോലെ അബോർഷനെ എങ്ങനെ കാണുന്നു, വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും അതിനെ എങ്ങനെയാണ് കാണുന്നത്. അത് ഓൾറെഡി നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം. പുതിയ ആർച്ച് ബിഷപ്പിൻ്റെ ആ വിഷയം സംബന്ധിച്ചുള്ള വ്യൂസ് എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഈ പാശ്ചാത്യ ലോകത്തിൻ്റെ സുവിശേഷമല്ല നമ്മുടെ ഒറിജിനൽ സുവിശേഷം, പൗരസ്ത്യ സുവിശേഷമാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ആരുമല്ല, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമൊന്നും അല്ലല്ലോ. നല്ലത്, നന്മയായിട്ടുള്ളത് എല്ലായിടത്തും ഉണ്ട്. അതിനെ നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാം, സ്വീകരിക്കാം. എല്ലായിടത്തും ഉണ്ട്, എല്ലാ സഭകളിലും ഉണ്ട്. നന്മയുടെ വശങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അത് സഭകളിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ നന്മയുടെ വശങ്ങൾ. നമ്മളെക്കാളും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, നമ്മളെക്കാളും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ, കള്ളം പറയാത്ത, യാതൊരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത നിഷ്കളങ്കരായ ആളുകൾ മറ്റു മതങ്ങളിലും ഉണ്ട്. അപ്പോൾ
എല്ലായിടത്തും നന്മയുണ്ട്, അപ്പോൾ തിന്മയുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഷയം, സെയിം സെക്സ് മാരേജ് ആൻഡ് അബോർഷൻ, ഈ രണ്ട് വ്യൂസ്, പ്രത്യേകിച്ച് നമുക്കറിയാം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിവാദപരമായ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ നാളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദീർഘനാളുകളായി ഇതുപോലുള്ള തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ, ഒറിജിനൽ അതായത് ഈ ഇംഗ്ലണ്ടിലുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ബിഷപ്സ് അതിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ പ്രീസ്റ്റ് ആയിട്ടുള്ളവരും ഡീക്കൻസ് ആയിട്ടുള്ളവരും ഒക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരും, അതിനെ ഒപ്പോസ് ചെയ്യുന്നവരും അതിൻ്റെ അകത്തുണ്ട്, ഇവാഞ്ചലിക്കൽസ് എന്ന് പറയും. പക്ഷേ ഒരുപാട് നാൾ ഫൈറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴേ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് മാറിപ്പോയവരാണ് ഗ്യാഫ്കോൺ ഉണ്ടാക്കിയത്, അമേരിക്കയിൽ ഗ്ലോബൽ ആംഗ്ലിക്കൻ ഫ്യൂച്ചർ കോൺഫറൻസ്. അവർ അത് ബൈബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ബൈബിൾ എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ ഈ സെയിം സെക്സ് മാരേജ്, അബോർഷന്, അങ്ങനെയുള്ള കാര്യങ്ങളെ നിശിതമായിട്ട് എതിർത്തുകൊണ്ടാണ് അവർ മാറിയത്. അപ്പോഴേ 2023 ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ജനറൽ സിനഡിൽ ഈ പുതുതായിട്ട് അവരോധിക്കപ്പെട്ട, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആർച്ച് ബിഷപ്പ് സാറ ഈ വിഷയം സംബന്ധിച്ച്, സിവിൽ മാരേജിനെ സംബന്ധിച്ച്, നമുക്കറിയാം, ഞാൻ പറഞ്ഞ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഔദ്യോഗിക സഭ, ഒരു രാജകീയ സഭയാണ്, രാജഭരണമുള്ള ഒരു സ്ഥലത്ത് രാജകീയ സഭയാണ്. രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമാണ് ഈ ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പിനുള്ളത്. 2023 അങ്ങനെ ഒരു ടോക്ക് ജനറൽ സിനഡിൽ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ജനറൽ സിനഡിൽ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2024 അതിൻ്റെ ഒരു ഫർദർ സ്റ്റെപ്പ് എടുക്കുകയും ഇതിനെ ഈ ഒരു ആർഗ്യുമെൻറ്റിനെ അനുകൂലിച്ചുകൊണ്ട്, ഇവരുടെ മാത്രമല്ല, ഈ ആർച്ച് ബിഷപ്പ് സാറയുടെ മാത്രമല്ല, ഒരുപാട് ബിഷപ്സ് അങ്ങനെ ഉണ്ട്, ഒരുപാട് പ്രീസ്റ്റ് ഉണ്ട്. അപ്പോൾ വോട്ട് ഇട്ടപ്പോൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനമുണ്ടായി. പിന്നെ ഒരു പ്രധാനമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഗർഭഛിദ്രം, അബോർഷൻ സംബന്ധിച്ച്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൺസർവേറ്റീവ് ഗ്രൂപ്പ്സ് ലൈക്ക് ദി ഗ്ലോബൽ ഫെലോഷിപ്പ് ഓഫ് കൺഫസിങ് ആംഗ്ലിക്കൻസ് എന്ന് പറഞ്ഞ ഗ്യാഫ്കോൺ, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാഫ്കോൺ, അവരിതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഓപ്പോസിഷൻ, ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അവർ മാറിപ്പോയി. ഓൾറെഡി 2008 അവർ 2008 ഈ കാരണങ്ങളൊക്കെ ചൊല്ലിയാണ്, ഇത് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞൊരു ഈ നൂറ്റാണ്ടിൽ മൊത്തം ഈ വിഷയങ്ങൾ ഇങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആംഗ്ലിക്കനിൽ തന്നെ ഞാൻ പറഞ്ഞു, കൺസർവേറ്റീവ് ആംഗ്ലിക്കൻസ് ഉണ്ട്, ഇവാഞ്ചലിക്കൽ ആംഗ്ലിക്കൻസ് ഉണ്ട്. അവരിപ്പം ഗ്യാഫ്കോൺ, ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഗ്യാഫ്കോണിൽ ചേരാത്തവരുണ്ട്, ഇതിനെ ഒപ്പോസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ പുരോഗമനം എന്ന് പറയുന്നത് എന്താണ്? പുരോഗമനം അത് സഭയുടെ സത്യവിശ്വാസത്തെ സംരക്ഷിക്കുന്നതാണ് പുരോഗമനം. സഭയുടെ സത്യവിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മുടെ പുരോഗമന ചിന്തകളെല്ലാം തന്നെ മുന്നോട്ട് പോകാൻ. അപ്പോൾ പുരോഗമനം തീർച്ചയായിട്ടും ഓരോ കാലത്തിനനുസരിച്ച്, ഈ കാലത്തിനനുസരിച്ച് മാറാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ജീവിക്കുന്ന 2025 ഈ കാലത്തുമായിട്ടൊരു ബന്ധമില്ല അവരുടെ പ്രസംഗം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ബന്ധമില്ല. അത് ഏതോ ഒരു കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനല്ല, കാലത്തിനനുസരിച്ച്. നമുക്കറിയാം, തിയോളജി എന്ന് പറയുന്നത്, ബേസിക് തിയോളജി, അടിസ്ഥാന ദൈവശാസ്ത്രങ്ങളൊന്നും മാറുന്നില്ല. വേറെ പല കാര്യങ്ങൾക്ക് നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പണ്ട് വീടുകളിലായിരുന്നു, നമുക്കറിയാം, അത് ഈ വീടുകളിൽ ആരാധന എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കണം, 1-ാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന വീടുകളും ഗുഹകളിലും ഒക്കെ ആരാധിക്കേണ്ട സാഹചര്യം പേഴ്സിക്യൂഷനാണ്. അത് ഭയങ്കരമായി റോമൻ ചക്രവർത്തിമാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്, അവരുടെ പീഡനം കൊണ്ട്. അപ്പോൾ പിന്നീടാണ് നമുക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടായതും അങ്ങനെയുള്ള കാര്യങ്ങൾ. പതുക്കെ ഡെവലപ്മെൻറ്റ്സ് വന്നു തുടങ്ങി സഭയ്ക്ക്. അത് നമുക്ക് സഭയുടെ ചരിത്രത്തിൽ ഡെവലപ്മെൻറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും, ഡെവലപ്മെൻറ്റ്സ്. പക്ഷെ ഇത് എങ്ങനെ വിലയിരുത്തും, അംഗീകരിക്കും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സെയിം സെക്സ് മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രകൃതി വിരുദ്ധം തന്നെയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ചില മെഡിക്കൽ സൈഡുകൾ നമുക്കറിയാം. ഇപ്പം ഒരു ന്യൂറോളജിസ്റ്റിനോട് നമ്മൾ ചെന്ന് ചോദിച്ചാൽ, ഒരു ഡോക്ടറോട്, ന്യൂറോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടറെയും അതോടൊപ്പം തന്നെ ഒരു സൈക്കാട്രി സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറെയും കൂടി ഇരുത്തി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താൽ, LGBTQ
തീർച്ചയായിട്ടും മെഡിക്കലി ഒരുപാട് ഉത്തരങ്ങൾ അവർക്കെല്ലാം തരാൻ പറ്റും, അത് സത്യവുമാണ്. മെഡിക്കലി ഇപ്പം അങ്ങനെ ഒരു വ്യക്തിയെ, ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ, ലെസ്ബിയൻ ആയിട്ടുള്ള, ഗേ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടിരുത്തി ആ വ്യക്തിയെ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറാപ്പികളൊക്കെ നടത്തി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാം, ന്യൂറോളജിക്കലി അവരുടെ മെഡിക്കൽ സൈഡിൽ പ്രശ്നങ്ങളുണ്ടായി. അതിന് അവർക്ക് ചികിത്സ കൊടുക്കുക, അത് ഫലകരമാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഹീലായേക്കാം, അതിനുള്ള മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ സൈക്കാട്രിയിൽ അതിനുള്ള മരുന്നുകളുണ്ട്, ന്യൂറോളജിയിൽ മരുന്നുകളുണ്ട്. അതൊക്കെ മെഡിക്കൽ സൈഡാണ്, നമ്മളങ്ങനെ വായിച്ചിട്ടുണ്ട്. പിന്നെ എന്നാൽ അതൊന്നും അല്ലാതെ എന്താ പറയുന്നത്, സ്വയമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇതിനകത്ത് പോസ്റ്റ് പലരും ഇട്ടു, പലർക്കും ഇതിനെക്കുറിച്ച് എന്താണെന്നൊന്നും വലിയ പിടിയില്ല. ഈ ആംഗ്ലിക്കൻ കമ്മ്യൂണിയനിൽ പെട്ടവർ പോലും ഇതിനെക്കുറിച്ച് ചിലപ്പോൾ അറിയണമെന്നില്ല. എന്തായാലും ഒരു പുതിയ നേതൃത്വം ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന് വരുന്നത്, ആംഗ്ലിക്കൻ സഭയ്ക്ക് വരുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അതിനെ അഭിനന്ദിക്കുന്നു, എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള ചില പ്രശ്നങ്ങളുമുണ്ട്. ഈ പുരോഗമനം എന്ന് പറയുന്നത് അത് ഏത് തരത്തിലാണ് നമ്മളതിനെ കാണേണ്ടത്? ആദിമസഭയുടെയും സഭാപിതാക്കന്മാരുടെയും സത്യോപദേശം എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ട്രൂ ഓർത്തഡോക്സി എന്ന് പറയും. അതിനാ പറയുന്ന ഓർത്തോഡോക്സോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഡോക്സോളജി എന്ന് കേട്ടു. ഡോക്സോളജി എന്താ? സ്തുതി. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒക്കെ ലേഖനങ്ങളിൽ നമുക്ക് ആ സ്തുതി കാണാം, അല്ലെ? പിതാവായ ദൈവത്തിനും പുത്രനും, അല്ലെ, പരിശുദ്ധാത്മാവിനൊക്കെ സ്തുതി. അതാണ് ഡോക്സോ, സ്തുതി എന്ന് പറയും. ഓർത്തോ എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്നുള്ള അർത്ഥം, ശരിയായ സ്തുതിപ്പ്. അതാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ എന്നുള്ള ആ ആദിമസഭ ദൈവത്തെ പ്രൈസ് ചെയ്തുകൊണ്ടിരുന്ന ആ സ്തുതി. അവിടെ ഉണ്ടായ ദുരുപദേശങ്ങൾക്കെതിരെയാണ് ആ സ്തുതി ഇങ്ങനെ അവർ രൂപപ്പെടുത്തി അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറയുന്നതിലൂടെ സത്യവിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നു, സത്യവിശ്വാസം പകരപ്പെടുന്നു, അടുത്ത തലമുറയിലേക്ക് പോകുന്നു, ദുരുപദേശങ്ങളെ ചേർക്കുന്നു. അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ്. ബൈബിളുമായിട്ട് യാതൊരു ബന്ധമില്ല ഈ സെയിം സെക്സ് മാരേജിന്, ബൈബിളുമായിട്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന സഭയുടെ വിശ്വാസം, സഭയുടെ പാരമ്പര്യം, വിശ്വാസങ്ങൾ, സത്യവിശ്വാസവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. അപ്പം ചിലർക്ക് ഇതൊന്നും വിഷയമല്ല. അവർ ഈ ട്രൂ ഓർത്തഡോക്സി പറയുന്നതിനും അവർക്കിഷ്ടം ഇങ്ങനെ ചുമ്മാതെ ആൾക്കാരെ എല്ലാം വിളിച്ചിരുത്തി എന്തോ ഒരു അംഗീകാരം കിട്ടുന്നു. അതല്ല നമുക്കാവശ്യം സഭയുടെ നിർമ്മലമായ ഉപദേശമാണ്. മനസ്സിലായി? നിർമ്മലമായ ഉപദേശം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രൂ ഏൻഷ്യൻ്റ് ചർച്ച്, ഏർലി ചർച്ച് എന്താണ് പഠിപ്പിച്ചതെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അപ്പം അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. സെയിം സെക്സ് മാരേജ്, ഇത് ഏറ്റവും വലിയ വിഷയം. അത് സഭ നടത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. സിവിൽ മാരേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ മാരേജ്, കല്യാണം കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ഓഫീസിലാണ് ഒഫീഷ്യലി അതിനുള്ള അംഗീകാരം കിട്ടുന്നത്. എവിടെ നടത്തിയാലും, ഏത് മതാചാരപ്രകാരം നടത്തിയാലും അത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചർച്ച് എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് പുരുഷനും സ്ത്രീക്കും മാത്രമാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും. അതിന് വിരുദ്ധമായ പുരോഗമനവാദം പറഞ്ഞുകൊണ്ട് വന്നാൽ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് ചവിട്ടുകല്ലാതെ യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പുരോഗമനം പറയുന്നവരൊക്കെ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു നോളജും ഇല്ല. അത് ഈ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ LGBTQ എന്തോ ആണെന്നോ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ സിനഡിൽ എന്തൊക്കെ തീരുമാനിച്ചെന്നോ ഇതൊന്നും അവർ നോക്കുകയല്ല. ഇപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഒന്നും എനിക്കറിയില്ല. ഞാനതിനെ സെർച്ച് ചെയ്ത് എന്നൊക്കെയാണ് ഇത് നടന്നത്. 2023-ലും 2024-ലും ഒക്കെ ആയിട്ടാണ് ജനറൽ സിനഡുണ്ട്. ആ സിനഡിലാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട് കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ തീരുമാനമായി മാറും. അപ്പോൾ സഭ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളെല്ലാം രാജ്യത്തിൻ്റെ തീരുമാനങ്ങളായി മാറും. അതാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ആംഗ്ലിക്കൻ. അത് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടില്ല. അത് പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും ക്ലർജീസിലേക്ക് അത് പോകും, സഭകളിലേക്ക് അത് പോകും. സെയിം സെക്സ് ആൻഡ് അബോർഷൻ, ഈ രണ്ട് സാധനങ്ങൾ യാതൊരു തരത്തിലും നമുക്ക് ഇവിടുത്തെ ഇതിനെയൊന്നും അംഗീകരിക്കാത്ത രണ്ട് സഭകളാണുള്ളത്. ഇതിനെതിരെ ശക്തമായ നിലപാട് പുലർത്തുന്ന രണ്ട് സഭ.
അമേരിക്കയിലൊക്കെ ബാപ്റ്റിസ്റ്റുകാർ വരെ ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. അതാണ് രസം. ഈ അമേരിക്കയിൽ നടക്കുന്ന ഈ പല റിവൈവൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുക, അതിൻ്റെ അകത്തെല്ലാം ഇതുണ്ട്. ഇതൊന്നും ആരും അറിയുന്നില്ല. അവരാരും ഈ പറയുന്ന പോലെ ഈ ഔദ്യോഗികമായിട്ടുള്ള സഭകളൊന്നും അല്ലല്ലോ. ഒരുപാട് സഭകളുണ്ട്, അവിടെ ഒരുപാട് കൂട്ടങ്ങളുണ്ട്, റിവൈവൽ ഗ്രൂപ്പുകളുണ്ട്. അതിലെല്ലാം ഇത്തരത്തിൽ സെയിം സെക്സ് ആയിട്ടുള്ള മാരേജും ഒക്കെ അവർ നടത്തി. അത് ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. അംഗീകാരമുള്ള സഭയൊന്നുമല്ല, ഔദ്യോഗിക സഭയൊന്നുമല്ല. ഔദ്യോഗിക സഭകൾ നടത്തുമ്പോഴാണ് അത് മാധ്യമ ശ്രദ്ധയും ലോകത്തിൻ്റെ ശ്രദ്ധയും സഭയുടെ ശ്രദ്ധയും ഒക്കെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആദിമസഭയുടെ ഉപദേശമാണ്. ആ ഉപദേശത്തിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇപ്പം ഈ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരുപാട് ആത്മീയ കൂട്ടങ്ങളും പ്രാർത്ഥനകളും ആളുകൾക്കറിയില്ല. ഈ ആൾക്കൂട്ടങ്ങളാണ് പലതും. ഈ അവിടെ ജീവിക്കുന്ന ആൾക്കാരോടൊന്ന് ചോദിക്കുക, അതിൻ്റെ അകത്തെന്തോ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈ നമ്മുടെ ഈ പറയുന്ന എത്തിക്കലായിട്ടുള്ള കാര്യമൊന്നും അല്ല അവിടെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനോടുള്ള പ്രതികരണം, ഇപ്പം ആംഗ്ലിക്കൻ സഭകളുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്, എനിക്കും ബന്ധമുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആംഗ്ലിക്കൻ ഈ വിഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ അവർ ആ ട്രൂ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡോക്ടറിനില്ല. ഉദാഹരണത്തിന് CSI, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ഇവിടെ അംഗീകരിക്കുന്നില്ല. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ പിന്നെ സ്ത്രീകളെ ഈ പറയുന്ന ക്ലർജി ലെവലിലേക്ക് ആക്കുന്നുണ്ട്. അത് പ്രസ്ബിറ്റർ വരെ അല്ലെങ്കിൽ ബിഷപ്പ് വരെ ആക്കുന്നുണ്ട്. ഇപ്പോൾ CNA, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞിടെ വനിതാ ഒറീസയിൽ നിന്നുള്ള ഒരു സ്ത്രീ ഒരു വനിതാ ബിഷപ്പായിട്ട് മാറി. CNA, അതും ഒരു ആദിവാസി സ്ത്രീയാണ്. അവർ ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞാൽ അവർ ട്രൂലി അവർ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവരെ സഭയുടെ നേതൃത്വത്തിലേക്ക് എത്തി. അതിനൊരു കുഴപ്പമില്ല. കാരണം ഇപ്പം ദൈവത്തിൻ്റെ മുൻപിൽ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ദൈവത്തിൻ്റെ മുൻപിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല. ദൈവത്തിനൊരാളെ ആവശ്യമാണെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അതിനകത്ത് ജെൻഡർ നോക്കത്തില്ല. പക്ഷേ ഞാൻ ആ വിഷയങ്ങളല്ല പറയുന്നത്. ഇപ്പം പലരും എതിർക്കുന്നുണ്ട് സ്ത്രീകളെ പുരോഹിതരാക്കുക, ബിഷപ്പാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്, സെയിം സെക്സ് മാരേജ് ആൻഡ് അബോർഷൻ. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുവാ? നമ്മളെല്ലാം തന്നെ അതിനെ എതിർക്കുന്നവരാണെന്ന് നമുക്കറിയാം. ഈ പുരോഗമനം പാശ്ചാത്യ ലോകത്ത് ഭയങ്കരമായിട്ടുണ്ട്. അത് ഇന്ന സഭയെന്നൊന്നുമില്ല കേട്ടോ, അത് എല്ലാ സഭകളിലും ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, ഒന്ന് പഠിച്ചു നോക്കുക, എല്ലായിടത്തും ഉണ്ട്. ഇതുപോലെയുള്ള സഭകളാകുമ്പോൾ അതിനെ തീർച്ചയായിട്ടും ലോകശ്രദ്ധ ആകർഷിക്കും. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ എപ്പിസ്കോപ്പൽ സഭകളെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രം ബാധകം. അല്ലാത്തവർ ദയവ് ഇതിൻ്റെ അടി വന്ന് നിങ്ങൾ ഈ കമൻ്റ് അടിക്കുമ്പം ഇതിൻ്റെ അടിയിൽ വന്ന് ഈ കമൻറ്റിന് എനിക്ക് മറുപടി തരേണ്ടി വരും. അപ്പോൾ ഈ എപ്പിസ്കോപ്പസിയെക്കുറിച്ചോ ആംഗ്ലിക്കൻ സഭകളെക്കുറിച്ചോ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ കുറിച്ചോ എപ്പിസ്കോപ്പൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചോ എന്തുവാണ് ഈ ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ, ഇതൊന്നും അറിയാത്തവർ ദയവ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം അതിനൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും ഞാൻ ഒരു റിപ്ലൈ തരാത്തപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെയല്ല. അതിനെ റിപ്ലൈ തരണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. എപ്പിസ്കോപ്പസി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാം ബൈബിളിലുള്ള വാക്കുകൾ തന്നെയാണെന്ന് പലർക്കും അറിയത്തില്ല. ഇപ്പോൾ തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അധ്യക്ഷന്മാരാക്കി വെച്ചു. അത് ഗ്രീക്കിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? എപ്പിസ്കോപ്പോസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ. ബൈബിളിൻ്റെ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് എപ്പിസ്കോപ്പോസ് എന്നാണ്. അത് ഇംഗ്ലീഷ് ബൈബിളിൽ പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓവർസിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബിഷപ്പ് എന്ന ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്ന ട്രാൻസ്ലേഷൻസ് ഉണ്ട്. മിക്കവാറും എല്ലാം ബിഷപ്പ് എന്നാണ്. അത് ഗ്രീക്കിലെ പറയുന്ന എപ്പിസ്കോപ്പോസ്, അതാണ് എപ്പിസ്കോപ്പമാരാൽ ഭരിക്കപ്പെടുന്ന സഭ. ഇതിൻ്റെ ബേസിക് പോലും അറിയാത്തവർ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ മടുത്തു. കാരണം പലരെയും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റുകയില്ല. കാരണം അവർ ചിന്തിക്കുന്നത് അവർ ഈ ബൈബിളും ഇങ്ങനെ കൈപിടിച്ചു നടക്കും, ഇത് മൊത്തം അറിയാവുന്ന. നമുക്കൊന്നും അറിയത്തില്ല. പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നമ്മൾ ഏത് പക്ഷത്താണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ എന്നാലും ചിലരുണ്ട് ഇതിനെക്കുറിച്ച് അവർ ഈ ആർച്ച് ബിഷപ്പ് ആരാണ് എന്താണെന്നൊന്നും അറിയാതെ ചുമ്മാതെ എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു. വലിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം പലരും പറയുന്നത് ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഒരുപാട്
ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ഒരുപാട് ഡീക്കേ വരാൻ പോവാണ്. അല്ലെങ്കിൽ തന്നെ അതവിടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഈ പറയുന്ന പോലെ ഒരു രാജ്യത്തിൻ്റെ സഭയാണ്. ഇംഗ്ലണ്ടിൻ്റെ സഭ ആയതുകൊണ്ട് അതിൻ്റേതായ പ്രൗഢിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ പലപ്പോഴും അതിൽ ഈ പറയുന്ന കഴിഞ്ഞ ആർച്ച് ബിഷപ്പ്, നേരത്തെ ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് നമ്മുടെ കോട്ടയത്ത് വന്നായിരുന്നു, കേരളം സന്ദർശിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വളരെ നല്ല ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസിനെതിരെ ഉള്ളതിനെല്ലാം എതിർക്കുകയും എന്നാലും ഒരു മൗനം പാലിച്ച, കാരണം ഇതൊരു രാജകീയ സഭയാണ്, രാജാവാണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയും ഒരു രാജ്യത്ത്, ഈ സഭയുടെ തന്നെ. ആർച്ച് ബിഷപ്പ് ആണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ രാജാവുണ്ട്. അദ്ദേഹം ഒരു ന്യൂട്രൽ പൊസിഷനാണ്. അദ്ദേഹം രാജിവെക്കാൻ തന്നെ കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നടന്ന ചില കാര്യങ്ങളോട് അദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അതുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. ദൈവം നമ്മയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുകയും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ ആവോളം ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. സ്നേഹത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കാം. നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരെയും അംഗീകരിക്കുന്നു, ആരെയും മാറ്റി നിർത്തുന്നില്ല. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല. കാരണം മാറ്റി നിർത്താൻ പാടില്ല. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പാസ്റ്റർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായതാണ്. വലിയ ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ, ഈ വിഭാഗത്തിൽപ്പെട്ട ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ഈ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. ഈ പറയപ്പെട്ട ഈ ഒരു ഓർഡൈൻഡ് ആയിട്ടുള്ള ഈ ഒരു സ്ത്രീയിലൂടെ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ വിമൻ പാസ്റ്ററാണ് ECAയുടെ ട്രാൻസ്ജെൻഡർ പാസ്റ്റർ. അതുപോലെ നമ്മളെല്ലാവരെയും അംഗീകരിക്കുന്നു. ശരീരത്തിലും മനസ്സിലും തലച്ചോറിലും ഒക്കെ പ്രശ്നങ്ങളുള്ളവരാണ് പലപ്പോഴും ഈ ലെസ്ബിയൻ, ഗേ എന്നൊക്കെ പറയുന്ന ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അവരെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന കൗദാശികമായ സാക്രമെൻ്റലായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സഭയ്ക്ക് അതിൻ്റെ അകത്ത് യാതൊരു യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വമില്ല. അതൊക്കെ അവർ പുറത്തു പോയി ചെയ്യണം. അതിനെ ആശീർവദിക്കാനായിട്ട് സഭ നിന്നാൽ നാളെ എന്തായിരിക്കും? മൂല്യച്യുതികൾ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ട്, എല്ലായിടത്തും മൂല്യച്യുതി. ഏതൊരു ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, സഭയായിക്കോട്ടെ, കൂട്ടങ്ങളായിക്കോട്ടെ, കാലങ്ങൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെന്തൊക്കെ ഒരു മൂല്യച്യുതി ഉണ്ടാകും. എല്ലായിടത്തും ഉണ്ടാകുന്നു. അത് സ്വാഭാവികമാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് സഭ മുന്നോട്ട് പോകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.